എന്നെ ഇവിടെ അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരുണ്ട്. എന്റെ സ്ഥലം പൗർപ്പടിയാണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് തിരുവാണ്. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ടിപ്പം 12 വർഷമാണ്. ഞാൻ ഇതിനു മുമ്പ് എനിക്കിപ്പം 40 വയസ്സായി. 40 വയസ്സിന് മുന്നോട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ വരാൻ കാരണക്കാരൻ ഞങ്ങളുടെ അടുത്തുള്ള ഷീജ എന്ന് പറഞ്ഞൊരു മകളാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയാണെന്നും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. പള്ളിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഹിന്ദു എന്റെ കൂട്ടുകാർ മൊത്തം ഹിന്ദുക്കളായിരുന്നു. അവരുമായിട്ട് അമ്പലത്തിൽ തെയ്യം എടുക്കാനും അങ്ങനെ ശബരിമലയിൽ കെട്ടുമുറുക്കി പോകാനും ഒക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ പോയി. പിന്നെ മദ്യത്തിന് അടിമയായി. ഞാനിനി കുടിക്കാത്ത ഒരു സാധനവും ഇല്ല. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ അങ്ങനെ മദ്യത്തിന് അടിമയായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ 8 മണിയാകുമ്പം ഷാപ്പിൽ കയറിയാൽ പിന്നെ ഇറങ്ങുന്നത് ഇവിടുത്തെ ആഹാരം എല്ലാം തീരുമ്പോഴാണ് ഇറങ്ങുന്നത്. ഞങ്ങൾ കൂട്ടുകാർ ചേർന്ന് അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ ചുമ്മാതെ പറയുമായിരിക്കും. പക്ഷെ എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മദ്യത്തിന് അടിമയായി വീട്ടിൽ ചെല്ലുന്നത് ഒരു സമയത്ത് വീട്ടിലും അപ്പനും ഇതൊക്കെ തന്നെ ആയിരുന്നു സ്ഥിതി. അപ്പൊ അത് കണ്ടാണ് ഞാനും ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെ മദ്യത്തിന് അടിമയായി ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾ കാശൊന്നും മുടക്കേണ്ട കാര്യമില്ല. രാവിലെ ആരെങ്കിലും വരും, നമ്മള് വണ്ടി ഓടിച്ചങ്ങ് എന്നാ മതി. ഒരു കൂട്ടിനും ആളായിട്ട് എന്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് മദ്യം കിട്ടും. വണ്ടിക്കൂലി കിട്ടത്തില്ല. വണ്ടിക്കൂലി നമ്മൾ മേടിക്കുന്നത് ശരിയല്ല. ഒരാളെ മദ്യം മേടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കൂലിയും കൂടെ മേടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വണ്ടിക്കൂലി മേടിക്കാറില്ല. ഏതെങ്കിലും ഒരു ഉപകാരം നമ്മൾ അങ്ങോട്ട് ചെയ്യണമല്ലോ. ഞാനതൊന്നും മേടിക്കാതെ വീട്ടിൽ ചെല്ലുന്നത് എനിക്കറിയത്തില്ല. കർത്താവ് ചിലപ്പോൾ എന്നെ അങ്ങ് കൊണ്ടുപോയതായിരിക്കാം. അങ്ങനെ ഞാൻ ചെല്ലും. നേരം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ചാടി എനിക്ക് നോക്കും ഓട്ടോറിക്ഷ ഉണ്ടോ എന്ന് തടഞ്ഞൊക്കെ നോക്കും. ഇനി അതിന് വല്ലതും പറ്റിയോ ആ പരുവത്തിന് നമ്മളവിടെ ചെന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ അടിയും പിടിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. മാവേലിക്കര സബ്ജയിൽ വരെ കിടന്നിട്ടുള്ളതാണ്. അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അടി കുത്തുവെട്ട് അങ്ങനെ ഒരു കുത്തുകേസിൽ പ്രതിയായി മാവേലിക്കര സബ്ജയിൽ കിടന്ന് അവിടുത്തെ ജീവിതം അനുഭവിച്ച് അങ്ങനെ ഇരുന്ന് ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണ്. എന്റെ ജീവിത പങ്കാളി ഒരു ഹിന്ദുവാണ്. ഞാൻ വിവാഹം കഴിച്ച് പക്ഷെ ദൈവം എന്നിൽ എന്തോ ഒരു ഇതായിരിക്കും. ഞാൻ താലി കെട്ടി യേശുവിവാഹമായിരുന്നു. താലി കെട്ടിയപ്പം കർത്താവ് തന്ന മിന്നാണ് ഞാൻ കെട്ടിയത്. എല്ലാവരും എന്നോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ നീ അവളെ കല്യാണം കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അങ്ങനെ ആയി പോകും. ഞാനന്നേരം പറഞ്ഞു അഥവാ കല്യാണം കഴിക്കുന്നെങ്കിൽ അവളെ കെട്ടുന്നുള്ളൂ. നശിക്കാനാണ് നശിക്കട്ടെ, രക്ഷപ്പെടാനാണ് രക്ഷപ്പെടണം. പക്ഷെ എന്നാൽ ദൈവം അങ്ങനെ അതിൽ കൂടെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ മര്യാദ നിൽക്കാൻ ഒരു ദൈവം ഒരുക്കിയത്. ഞാൻ കല്യാണം കഴിഞ്ഞ് അവള് പള്ളിയിലൊക്കെ പോകുമെങ്കിലും വലിയൊന്നും ഞാൻ പോകുന്നതിനൊന്നും ഇടയ്ക്കൊന്നും പറയത്തില്ല, പോവും. അങ്ങനെ ചെട്ടോളങ്ങനെ ഒരു അച്ഛൻ ധ്യാനം കൂടുന്നവരോട് അവിടെ പോകുമായിരുന്നു. അവള് പോയിട്ട് എന്നോട് പറഞ്ഞെന്ന് പറയും. ഞാനവിടെ ചെന്നപ്പോ എനിക്കറിയാം ഇതത്ര ശരിയായിട്ടുള്ള ആളോടെയൊന്നും അല്ല, നമുക്ക് ഇതൊന്നും പറ്റത്തില്ല. ഞാനവിടെ ഇരിക്കും. കുറെ കഴിയുമ്പോൾ പോലും അവിടെ ഇതേപോലെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാനും ഇഞ്ഞു പോയി. കുറെ കഴിഞ്ഞ് 2 പ്രാവശ്യം അവിടെ പോയി. അവിടുത്തെ കാര്യമല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അവള് ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഫീലായില്ലേ അവിടെ ചെല്ലുന്ന ബോധമില്ല കിടക്കുമ്പോ അവള് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഞാനേക്കും അവളവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെന്ന് വിചാരിക്കും. ദിവസം ഇങ്ങനെ പ്രാർത്ഥന കിടക്കും. ഞാൻ രാവിലെ എന്റെ ജോലിക്കാൻ പോകും. ജോലിയെന്ന് പറഞ്ഞാൽ എന്തുവാ വെള്ളം അടിക്കാൻ പോകുന്നു, അല്ല പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. പിന്നെ ഏതെങ്കിലും വിളിച്ചോണ്ട് വന്നിട്ട് ആരെങ്കിലും അടിക്കാൻ പോകണമെങ്കിൽ എനിക്ക് ഇത്തിരി മേടിച്ചു തന്നാൽ പിന്നെ ഞാൻ അങ്ങ് ചെയ്തോളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ കേസിൽ പ്രതിയായതും ജയിലിൽ കിടന്നതും എല്ലാം അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെയായി ഞാൻ എന്റെ ജീവിതകാലി കല്യാണം കഴിച്ച് 1 വർഷം അവളിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് അങ്ങനെ ഷീജ എന്ന് പറഞ്ഞ മകള് വന്നിട്ട് പറഞ്ഞ് കായംകുളത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയമുണ്ട്, ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് അന്ന് ഇവിടെ എല്ലാം അപ്പുറത്താണ് പ്രാർത്ഥനാലയം. അവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ബ്രദർ പറഞ്ഞതിന്റെ കൂട്ട് അവസാന അഭയകേന്ദ്രമാണ് ഇതെന്നുള്ളത്. ഞാൻ അന്നേരം പറഞ്ഞു ഇനി മേലെ എങ്ങും വരത്തില്ല, ലാസ്റ്റ് വരവാന്ന് പറഞ്ഞു. അപ്പൊ ബ്രദർ പറഞ്ഞാൽ അത് എനിക്ക് മക്കളെ മനസ്സിലായി ഇതാ അവസാന അഭയകേന്ദ്രം എന്നുള്ളത്.
അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന ഇത് ലാസ്റ്റ് വരവാ. അങ്ങനെ ഞാനിവിടെ വന്ന് അപ്പുറത്ത് അന്ന് വലിയ സ്ഥലമൊന്നുമില്ല, ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കസേര ഇരുന്നു. അപ്പൊ അന്ന് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഞാനും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇതേപോലെ കഞ്ഞിയും പയറും ഒക്കെ അന്നും ഉണ്ടായിരുന്നു. അല്ല, അന്ന് കഞ്ഞി. ആ, ഇടേ ദിവസമാണ് ചോറ്. ഇതൊക്കെ നല്ല ഓർമ്മയാണ്. ഞാനന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഞാൻ വേണ്ട ചെല്ലുന്നതെല്ലാം കഞ്ഞി കിട്ടുന്നുണ്ടല്ലോ, പയറും ഉണ്ട്. ഇതെല്ലാം കുടിച്ച് പയറും കഞ്ഞിയെല്ലാം കുടിച്ച് ഞാനവിടെ കസേര ഇരുന്നു. അന്ന് ഇത്രയും സ്ഥലമൊന്നും ഇല്ല. ഇരുന്ന് 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വെച്ചത് ഇതിൻ്റെ അകത്ത് ഒരാൾ കാണുമല്ലോ, ആളിനെ നോക്കി ഞാൻ ഇങ്ങനെ തിരികുക. അങ്ങനെ 2 മണിയായപ്പം 2 മണി ഇങ്ങനെ ഇറങ്ങി വരുന്നു. അന്ന് ഫിലിപ്പ് ബ്രദർ മരിച്ചുപോയ രാജു ബ്രദർ, കുഞ്ഞു ബ്രദറും ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇതേപോലെ കൈലിയൊക്കെ കൊടുത്തു ഇങ്ങനെ വരുന്നൊരു ബൈബിളൊക്കെ വെച്ചു. ഞാൻ ഇതിന്റെ പിന്നിൽ ഒരു നായകനുണ്ട്, ഇതല്ലായിരിക്കും വേറെ ആരെങ്കിലും. ഞാനിങ്ങനെ ഇരിക്കുക. 5 മണി 4 മണിയൊക്കെ ആയിട്ട് ആരും കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇത് അതിനേക്കാളും അപ്പുറമാണല്ലോ ഇവിടെ വന്നിരുന്നത്. അങ്ങനെ ഞാൻ കുറെ കഴിഞ്ഞ് ബ്രദർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പോയി. ബുധനാഴ്ച കഴിഞ്ഞ് കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ വ്യാഴാഴ്ച കൗൺസിലിംഗ് വരാൻ പറഞ്ഞു. ബ്രദർ വീടിന്റെ അപ്പുറത്ത് ഇരുത്തി. അപ്പൊ അന്ന് ഞാനും ബ്രദറുമായിട്ടൊന്നും അറിയത്തുമില്ല. ഞാൻ ആദ്യമായിട്ടവിടെ വരുന്നു, വ്യാഴാഴ്ച കൗൺസിലിങ്ങിന് വരുന്നു. കൗൺസിലിങ്ങിന് വന്ന് കഴിഞ്ഞപ്പം എന്റെ വീട് എവിടാന്നോ ഒന്നും ബ്രദറിനും അറിയത്തില്ല. എനിക്കും ഇങ്ങനെ ഇതാണെന്ന് അറിയാമല്ലോ, ബ്രദറിന്റെ വീട് ബ്രദറിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഞാനങ്ങനെ വ്യാഴാഴ്ച കൗൺസിലിംഗ് കൂടി കഴിഞ്ഞപ്പം ബ്രദർ എന്റെ പഴയ ചരിത്രങ്ങളിൽ ഇങ്ങോട്ട് വരും. ഞാനങ്ങനെ ആദ്യം വിചാരിച്ചു. അപ്പൊ അറിയുന്നില്ലല്ലോ. ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നേ. ഇവരാണ് കൂടെ ചെയ്തതാണ്, നമ്മളെ ജീവിത പങ്കാളിയും കൂടെ ചേർന്നുകൊണ്ട് പണി നടത്താന്ന് വിചാരിച്ചു. പിന്നെ ഷീജയ്ക്ക് പോലും ജീവിത പങ്കാളിക്ക് അറിയാത്ത കഥകളൊക്കെ പറയുന്നു. അവക്കറിയാവുന്നത് ഒരു വർഷത്തെ കഥയുണ്ട്. അതിനു മുമ്പുള്ള കഥകളൊക്കെ പറയും. ഞാൻ ബ്രദർ എങ്ങനെ ഇതൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ അന്നേരം കാലം അവിടെ താഴെ അർപ്പിക്കുന്ന ഇതിനെന്തോ സത്യമുണ്ട്, സത്യമില്ലാതില്ലല്ലോ. അല്ലേ ബ്രദർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും പണ്ടുണ്ടായ എല്ലാ കഥകളും പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നേരം എന്റെ മനസ്സിൽ എന്തോ ഒന്ന് ഇടിച്ചു തരുന്ന ഒരു ഇത്. ഞാൻ സത്യമില്ല. എന്തായാലും ഒരു ബ്രദർ 4 കിലോമീറ്റർ അകലിച്ച് താമസിക്കുന്ന ഞങ്ങൾ തമ്മിൽ അറിയത്തുമില്ല, ആദ്യമായിട്ട് ഞാൻ കാണുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എന്നാലും ഞാൻ ജീവിതങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും രാത്രി കിടന്നപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഇതിനൊരു സത്യമുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ബ്രദർ എന്നോട് ഇങ്ങനെ പറയത്തില്ല. ജീവിതങ്ങളിൽ ഞാൻ തന്നെ ഇരുത്തിയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. പക്ഷെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാനതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ബ്രദർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ സത്യമായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ചൊവ്വാഴ്ചകളിൽ ഞങ്ങൾ വരാൻ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അവിടെ വന്ന് പ്രാർത്ഥിച്ച് 2-3 പ്രാവശ്യം അങ്ങനെയാണ് വരാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രദറിനെ ഒരു ദിവസം വീട്ടിലോട്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേ പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം അധികം ഡിവൈനിലൊക്കെ പോയെങ്കിൽ ഞാൻ വീണ്ടും 3 മാസം ഞാൻ വീണ്ടും ഇച്ചിരിയൊക്കെ കഴിക്കാൻ തുടങ്ങി. കുടിക്കലെന്ന് പറയുമ്പോൾ ഈ വായു വെള്ളം നിൽക്കത്തില്ല ഇത് കാണുമ്പോൾ. അങ്ങനെ ഈ കുടിച്ചവർക്ക് അതിന്റെ അനുഭവം അറിയത്തുള്ളൂ. ഇതിന്റെ രുചിയെന്ന് പറഞ്ഞാൽ പാൽപ്പായസം കിട്ടിയാൽ നമ്മൾ വേണ്ടെന്ന് പറയും. ഇതാകുമ്പം അന്നാഴ്ച ആയിക്കോട്ടെ വിചാരിക്കും. അങ്ങനെ മേടിച്ച് അന്നേരം ഇതൊന്നും ആട്ടിയിട്ട് കഴിക്കും. പിന്നെ ഷാപ്പിലാണ് കിടക്കും. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ചോര ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് പണി ശരിയല്ല, നോക്കാം എനിക്ക്. ഞാൻ അപ്പം ജീവിതപങ്കാളി വന്ന് ഇന്നലെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നീ പ്രാർത്ഥിക്കാൻ എന്റെ പുറം തിരിഞ്ഞു. അവിടെ പ്രാർത്ഥിക്കും. ഇവിടെ മനുഷ്യനാവാൻ പോകും. അവിടെ ജീവിക്കാൻ പോകും. ചോരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണമായി പിടിയിടുക. ഞാൻ ഇവിടെ ചോര അമ്മ ഇതിനെ ചോര ഞാനിനി വല്ല തേക്കാനല്ല കിടന്നായിരിക്കും. ഈ ചോര കവിട്ടി കഴിഞ്ഞ് എനിക്ക് പിന്നെ വെള്ളം പോലും ഇറക്കാൻ വയ്യ. ബ്രദർ എന്നോട് പറഞ്ഞു ഇതൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല. പക്ഷെ അങ്ങനെ ഇതാക്കി ആയി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. പിന്നെ ഇത് മദ്യം എന്ന് പറഞ്ഞ സാധനം എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു ഓർക്കാനും പോലെ. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ മദ്യം അങ്ങനെ നിർത്താനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ കഴിക്കത്തില്ല മദ്യം, പാടെ ഇതെന്തോ എനിക്കറിയത്തില്ല. ഇതങ്ങ് ഉപേക്ഷിച്ച് ബ്രദറിനോട് 3-4 പ്രാവശ്യം പറഞ്ഞു മോനെ ഇത് ഒരിക്കലും നല്ലതല്ല, നിർത്തണം. പിന്നെ പ്രാർത്ഥനയിലൊക്കെ പിന്നെ നിത്യം വരാൻ തുടങ്ങി. മദ്യപാനം കഴിഞ്ഞു. ബ്രദറിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന സന്ദർശനത്തിന് വിളിച്ചു. അന്ന് എനിക്ക് വീട് ഉണ്ടെങ്കിലും വലിയ ഇതൊന്നും ഇല്ല, വഴിയില്ല, നടന്നു പോലും പോകാൻ പറ്റില്ല. ബ്രദറിനെ കുറച്ച് ദൂരത്തിൽ കൊണ്ടിട്ടിട്ട് അവിടുന്ന് നടന്നു വരുമായിരുന്നു. ഞാൻ ബ്രദറെ ഇങ്ങനെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബ്രദർ പറഞ്ഞു മോനെ പേടിക്കണ്ട, വഴി ദൈവം തന്നെന്ന് പറഞ്ഞു.
അപ്പൊ തരാന്ന് ഞാൻ ഒരിക്കലും തരാനില്ല. വല്ലവന്റെ വസ്തുവിനകത്ത് തന്നെ വഴിയായിരുന്നു. നടന്നുപോലും പോകുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം തരണമെങ്കിൽ ഒത്തിരി വസ്തുവുള്ളവർ അവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. അവർക്ക് വഴി ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. അവർക്ക് തേങ്ങ ഇടാൻ മാത്രം വന്നാൽ അതിന് നടന്ന് കൂടുതലൊക്കെ വരും. പിറ്റേ വർഷം മാർച്ചിന് മുമ്പായിട്ട് വഴിയും തന്നു ദൈവം കരണ്ടും. അതിന് എത്ര നന്ദി പറഞ്ഞാലും വരാത്ത ഒരു കാര്യം, ജീവിതത്തിൽ നടക്കാത്ത ഒരു കാര്യം. ബ്രദർ പറഞ്ഞു മോനെ വഴി തന്നു കഴിഞ്ഞു കൊണ്ടൊന്നും ഭയപ്പെടണ്ട. ബ്രദർ പറഞ്ഞതിന്റെ ആ ഒരു പിറ്റേ മാർച്ച് 31-ാം തീയതി ഞങ്ങൾക്ക് വഴിയും കിട്ടി. ഇപ്പം ലോറി ഇറങ്ങി കഴിയുന്ന വഴി കിട്ടി. ഇപ്പം കരണ്ട് ആണെങ്കിൽ ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഈ മനുഷ്യസഭയിൽ വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ കരണ്ടും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ആ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് എനിക്കൊരു ലിങ്ക് വസ്തു പോലും ഇല്ല. ഞങ്ങൾ അച്ഛൻ വിചാരിച്ചായിരുന്നെങ്കിൽ ഏക്കർ കണക്കിനൊക്കെ മേടിക്കാൻ. ഞങ്ങൾ അച്ഛനും എന്റെ അപ്പുറമായിരുന്നു. അച്ഛൻ്റെ അപ്പുറം മോൻ എന്ന് പറഞ്ഞവരെ ഷാപ്പും വീടും അടക്കം കഴിഞ്ഞ് പിന്നെ നാട്ടിലുള്ളവരെയൊക്കെ സഹായിച്ചു. ഇങ്ങനെ വെള്ളം മേടിച്ചു കൊടുത്തില്ല. അങ്ങനെ അച്ഛനങ്ങ് പോയി. നമ്മളെ വീട്ടൊക്കെ പോയി. ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ജീവിതപങ്കാളിയുടെ വീട്ടിലാണ്. വീടൊക്കെ ഉണ്ട്, താമസമായി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പം കിണറിന്റെ കാര്യം ഈ അടുത്തിടയ്ക്ക് കിണറില്ലായിരുന്നു. ഇപ്പൊ കിണർ ഈ ഉണക്ക് സമയത്ത് ഞങ്ങളെ പരിസരത്ത് വെച്ച് അകലം പോലും വെള്ളമില്ലായിരുന്നു. ഇപ്പൊ കിണർ പറഞ്ഞ് പിന്നെ കിണർ കുത്താൻ പറഞ്ഞു. കിണർ കുത്തും മതിൽ വിടണമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ കാശൊന്നുമില്ല, കരുതി അതൊക്കെ ഞാൻ നടക്കുമെന്ന് പറഞ്ഞാൽ അല്ല നടന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കിണറും കിട്ടി. ഈ ഉണക്ക് സമയത്ത് 2 മാസത്തിന് മുമ്പേ 4 കോടി വെള്ളം കിട്ടി. ഒരിക്കലും കിട്ടാത്ത അത്ഭുതമാണ്. ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ വന്നിട്ട് എത്ര കോടി വെള്ളമുണ്ട്? 4 കോടി വെള്ളം. ചുമ്മാ നീ അങ്ങോട്ട് 3-4 കോടി രാത്രി വെച്ചേ. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി നോക്കും, 11 കോടിയാണ് വെച്ചത്. നോക്കിയപ്പോ 4 കോടി വെള്ളം ദൈവം തന്നു. അങ്ങനെ ദൈവം ഓരോ കാര്യങ്ങളും നടത്തി തരുന്ന ഞാൻ അങ്ങനെ മദ്യത്തിൽ നിന്നൊക്കെ വിടതരിപ്പ് വാങ്ങി. മദ്യത്തിൽ നിന്നൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ടും മാറി. മദ്യസദൻ അവസാന അവയവത്തിലെന്ന് പറഞ്ഞ് ഈ മദ്യസദനിൽ വന്ന് ഞാനും എന്റെ ജീവിതപങ്കാളി അത് കഴിഞ്ഞ് ജീവിതപങ്കാളി നിത്യം എന്റെ വലിയ വലിപ്പം കൊണ്ടൊന്നല്ല, ജീവിതപങ്കാളി നിത്യം മുട്ടുമേൽ നിന്നും പ്രാർത്ഥിച്ച് സ്വന്തം രീതിയും പ്രാർത്ഥിച്ചാണ് ഞങ്ങള് ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ മാറി. ഇപ്പം എനിക്ക് 1 സെന്റ് വസ്തു പോലും ഇല്ലായിരുന്നു. ഇപ്പൊ ദൈവം 10 സെന്റ് വസ്തുവും ഒരു വീടും വേറെ തന്നിട്ടുണ്ട്. ഒരു 2-3 ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഞാനിപ്പോ 2 കൊടുത്തിട്ട് വരുന്ന ഉള്ളിൽ ഞങ്ങൾ തന്നെയാണ് ഓടിക്കുന്നത്. അങ്ങനെ ഇപ്പം നിത്യം ചൊവ്വാഴ്ച എന്നെ ഞാൻ വരാൻ അവസരം കിട്ടുന്ന എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ദൈവം നടത്തി തരുന്ന ഓരോ കാര്യങ്ങൾ, അതേപോലെ ഒരു പശു ഗർഭിണിയായിരുന്നു. അപ്പൊ ഈ ഇന്ന് പ്രസവിക്കുന്ന നാളെ പ്രസവിക്കുന്ന പറ്റില്ല. അപ്പൊ ചൊവ്വാഴ്ച വരാം. ഇപ്പം ബ്രദർ പറഞ്ഞ് കർത്താവ് അതൊക്കെ കാത്തോട്ടുന്ന ഓരോ കാര്യങ്ങൾ പറയുക. ഞങ്ങള് ഇതൊന്നും കാത്തില്ല. ഇവിടുന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച കയറി കിടന്ന് ഉറങ്ങി. 2 പ്രാവശ്യം ഇറങ്ങി നോക്കി. പിറ്റേ രാവിലെ അമ്മയും തിരിച്ചു നോക്കിയപ്പോ രാവും കുട്ടിയാട്ടി. രാവാണ് ഇന്ന് പാല് കുട്ടി. നമ്മള് കാത്തിരിക്കുക. ഞാൻ കഥയിലിട്ട് ഇങ്ങനെ കാത്തിരുന്ന് ഉറങ്ങും. രാത്രി 12 മണിക്ക് 1 മണിക്ക്. പിന്നെ ഞാൻ ഇനി പ്രസവിക്കട്ടെന്ന് പറഞ്ഞു. രാവിലെ എനിക്ക് നോക്കിയപ്പം അമ്മ പറയണ പശു. അതിന് മുമ്പേ തന്നെ വേറെ പശു ഉണ്ടായിരുന്നു. ഇതാണ് പാല് പിടിച്ചത്. ആ പാല് ഒരു പശു രാവിലെ പാലുകാർ എന്താ കൊടുക്കും. അവര് വഴക്കിട്ടാ പോകുന്നത്. ഞാൻ വീണ്ടും അത് അഴിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത കൊടുത്ത് കൈ വെച്ചോണ്ട് ഓടുക. ഇനി കിടക്കപ്പായ നിന്നിട്ട് ഓടുക. മറ്റേ ഇന്ന് വീണ്ടും കുടിച്ചോന്ന് വിചാരിച്ചാൽ ഇതെന്ന് നോക്കുമ്പോ വേറെ ആകളാവല്ലോ, വേറെ ഇടാവും. അപ്പൊ എന്ത് അത് പെറ്റ് പാല് കുടിക്കുക. പെറ്റ് കശുക്രാവ് ഇന്ന് പാല് കുടിക്കുക. നമ്മളൊന്നും അറിഞ്ഞില്ല അത് പാല് കുടിക്കുന്നു. സുഹൃത്തെ നിന്ന് പാല്. അപ്പൊ നമ്മളെ ആണോ വലുത് ദൈവം തന്നെയാണ്. ദൈവം കാത്തോടെന്ന് ബ്രദർ പറഞ്ഞോട് പോയി. ദൈവം കാത്ത് 2-2 എന്ന് കുറച്ച് കഴിഞ്ഞപ്പം മാറ്റി വീണു. 2-2 എല്ലാം ദൈവം നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കാത്തിരിക്കുന്നതിനേക്കാളും വലുത് ദൈവം നമ്മളെ കാത്തുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഞാൻ ഇന്ന് പ്രതിജ്ഞാനും എനിക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാനും, അല്ലെങ്കിൽ ഞാനിപ്പോ എന്താ വല്ല ബ്രദറിനാളെ ഒരു സാക്ഷ്യം പറഞ്ഞു. ഇവിടെ കണ്ടായിട്ട് മോനെ നീ കുടിക്കരുതെന്ന് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഓടയ്ക്കകത്ത് ചത്തി കിടക്കും എന്ന് പറയുന്നതുകൊണ്ട് ഞാനും ആ അവസ്ഥയിലൊക്കെ ആയിപ്പോയി. എനിക്ക് 3 മക്കളുണ്ട്. ആ 3 പേരും അനാഥരായി പോയത്. എനിക്ക് ഇന്ന് ഞാനിവിടെ നിൽക്കുവാൻ തന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും ഈ മര്യാദനും 1000 നന്ദി അർപ്പിച്ചു ഞാൻ നിർത്തുന്നു. ആരിന്റെ ഭാര്യ കണ്ടിട്ടില്ല. വലിയ ഭാര്യ
ഈ ഭാര്യയാണ് ലാലിനെ ഈ വിധത്തിലാക്കിയത്. അപ്പൊ വരുന്നതിനും പ്രാർത്ഥിക്കുകയും ചെയ്ത് നന്ദി.